ഹലോ, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളെ പായസമായിട്ട് വന്ന കേട്ടാ. എന്തെന്നാന്നല്ലേ, അടപ്രഥമൻ പായസം. എന്നാൽ പിന്നെ ഉണ്ടാക്കി തുടങ്ങിയാലോ. എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടാ. എന്നാൽ പിന്നെ വേഗം പോയിട്ട് ഒരു മുക്കാലോളം വെള്ളം എടുത്ത് നമ്മളെ വലിയ ചെമ്പന്നെ എടുത്തിട്ടാ. അങ്ങനെ വെള്ളം നേരെ അടുപ്പത്തേറ്റി വെക്കണം. പിന്നെയോ നമ്മൾ 3 കിലോ ചെറുപയർ, നല്ല വറുത്ത ചെറുപയർ കേട്ടാ. നല്ല വറുത്ത ചെറുപയർ എടുത്ത് നല്ല പോലെ കാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ 3 കിലോ അളവിൻ്റെ, അതായത് ഒരു 75 കുടിക്കാൻ പറ്റിയ പായസം കേട്ടോ ഇതുണ്ടാവുക. അങ്ങനെ 75 ആൾക്കാർക്ക് കുടിക്കാൻ പായസം നമുക്ക് ഉണ്ടാക്കിയാലോ അല്ലേ. എന്നാൽ നല്ല പോലെ കക്കിങ് എടുത്തട്ടാ. കച്ചറ എന്തെങ്കിലും ഉണ്ടേ പോട്ടെ. അങ്ങനെ നല്ലോണം കഴുകി എടുത്ത് നമ്മൾ ചെറുപയറില്ലേ, വറുത്ത ചെറുപയർ നേരെ നമ്മൾ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ടാവും കേട്ടോ വെള്ളം. ഉപ്പും വെള്ളമൊന്നും ഇപ്പോൾ ഇടാൻ പാടില്ലേ. നമ്മളെ ചെറുപയറും നല്ലപോലെ ഒരു മുക്കാലോളം വെന്തതിന് ശേഷം മാത്രമേ ഉപ്പും വെള്ളവും നമുക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ ചെറുപയർ നേരെ നമ്മൾ ചെമ്പിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇളക്കാൻ മറക്കണ്ട കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് മൂടി അങ്ങ് വെച്ചോളി. എന്തിനാ, കുറച്ച് നേരം വേട്ടെ. എന്നാൽ പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങേൻ്റെ പണിയെല്ലാം തുടങ്ങിയാലോ. തേങ്ങയില്ലേ, എത്ര തേങ്ങ എടുക്കണമെന്നല്ലേ, 7 തേങ്ങ നിർബന്ധമായിട്ടും വേണം കേട്ടോ. അങ്ങനെ 7 തേങ്ങ എടുത്ത് അത് 1-ാം പാലും 2-ാം പാലും ആക്കി തിരിച്ചു വെക്കണം. 1-ാം പാലും 2-ാം പാലും എടുക്കുന്ന നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അതെടുക്കാത്തവരൊന്നും നമ്മൾ ഈ പരിപാടിക്ക് ഉണ്ടാക്കുക. കാരണം 75 എടുക്കാൻ പറ്റിയ പായസമല്ല. അപ്പോൾ നമ്മൾ പായസം തെറ്റിപ്പോയാൽ പിന്നെ ആർക്കും കുടിച്ചു വിടണ്ടായി പോയില്ലല്ലേ. അപ്പോൾ നമ്മളിവിടെ 3 കിലോ വെല്ലം നല്ല പോലെ ഉരുക്കിയിട്ട്, അതായത് 3 കിലോ വെല്ലത്തിലേക്ക് വെള്ളവും പറഞ്ഞ് നല്ലോണം ഉരുക്കിയെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളമാണേ വരണ്ട, കുറേ വെള്ളമൊന്നും വരണ്ട. ഒരു 2-3 കപ്പ് വെള്ളവും പറഞ്ഞ് നല്ലോണം ഉരുക്കി ഇങ്ങെടുക്കണം വെള്ളം. വെല്ലാണ്. അങ്ങനെ നമ്മളെ വെല്ലം 2-ാം പാലിലേക്ക് മിക്സാക്കി നമ്മൾ നേരെ എന്ത് പണിയെടുക്കണോ, നമ്മളെ മുക്കാബേബിൻ്റെ പായസം ഇല്ലേ. അപ്പം നമ്മളെ ചെമ്പ് കുറച്ച് ചെറുതായി പോയി കേട്ടോ. നേരെ എന്ത് പണിയെടുക്കണോ, നമ്മൾ ബട്ടയിലേക്കാണ് പാലെടുത്തത്. അപ്പോൾ അതിലേക്ക് നമ്മളെ ചെറുപയറില്ലേടോ, വേപ്പിച്ച് വെച്ച് ചെറുപയർ, അതിൽ കുറച്ച് വെള്ളം ചേർത്തിക്കേനെ ആദ്യം നമ്മൾ. അപ്പോൾ നമുക്ക് തിരിഞ്ഞ് ഈ ചെമ്പിൽ നമുക്ക് പായസം വെച്ചാൽ നടക്കൂല. അങ്ങനെ നേരെ എന്ത് പണിയെടുക്കണോ, നമ്മളൊരു ബട്ടയിലേക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ നല്ലോണം ഇളക്കി മിക്സാക്കി കുറച്ച് ഏലക്കായ്പ്പൊടി, അതായത് ഒരു 3 സ്പൂണ് ഏലക്കായ്പ്പൊടി ഇട്ടാൽ. ഇപ്പം നമ്മൾ ടോട്ടൽ എടുത്തിരിക്കുന്ന 7 തേങ്ങേൻ്റെ പാലാണ്. അതിലുള്ള 2-ാം പാല് വാർന്ന് നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് 1-ാം പാലും കൂടെ പാരാൻ കേട്ടോ. അപ്പോൾ നല്ല പോലെ വെന്ത് വരണം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് നോക്കി നിങ്ങൾ ചേർക്കണേ. ഉപ്പ് ചേർക്കാൻ ഒരിക്കലും മറന്നുമല്ലേ, കാരണം ഉപ്പില്ലാണ്ട് പായസത്തിനൊരു കോണം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇനി അടുത്ത വറക്കൽ പരിപാടിയിലേക്ക് പോവാം. എന്തെന്നാന്നല്ലേ, നമ്മളെ തേങ്ങാക്കൊത്തെല്ലാം വറുത്തെടുക്കണ്ടേ. അപ്പോൾ നമ്മളിവിടെ ഇരുത്തിയിരിക്കുന്ന 200 നമ്മളെ RKG അഥവാ നെല്ല പശു നെയ്യ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ RKG 200 എടുക്കുന്നില്ല, പിന്നെ ഒരു 150 എടുത്താട്ടാ. 150 എടുക്കണം, എന്നാലല്ലേ എല്ലാവർക്കും എത്തുള്ളൂ. അപ്പം 150 നമ്മൾ RKGയും പറഞ്ഞ് നമ്മളെ തേങ്ങാക്കൊത്തിലെ ഒരു ബോഡയാട്ടെ നമ്മളെടുത്ത് ഒരു ബോഡേൻ്റെ ഒരു ബോഡെ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതിട്ട് നല്ല പോലെ വറുക്കണം. ഈ കളറാകുന്നവരെ വറുത്തെടുക്കുക. അതിലേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും. അപ്പോൾ നമ്മൾ നേരത്തെ ബിരിയാണിക്ക് വേണ്ടി പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ടേനു. അത് കുറച്ച് ഇതിന് വേണ്ടി പൊരിച്ച് വെച്ചുകൊണ്ടാണ് ഈ കളർ. അപ്പം നിങ്ങൾ നല്ലോണം വറുത്തെടുക്കണേ. നല്ല പോലെ വറുത്തെടുത്തട്ടാ. ഇങ്ങനെ എല്ലാത്തിനും വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് മാറ്റിയെല്ലാം വെച്ചാൽ മതിയില്ലേ. അപ്പം നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇതിലേക്ക് വരണം. നമ്മളെ പായസത്തിലേക്ക് പാരണം. അപ്പോൾ 1-ാം പാലും നമ്മൾ പറഞ്ഞ് 2-ാം പാലും പറഞ്ഞ് നല്ല പോലെ തിളച്ച് വന്ന പായസത്തിലേക്ക് നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മളെ തേങ്ങാക്കൊത്തോട്ട് എണ്ണയോടെ പാരാൻ മറക്കരുത്. അങ്ങനെ എണ്ണയോട് പാർന്നിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം. ഇവിടെ ചെറുപയർ വെന്തിക്കോന്നൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ പായസം റെഡി. നമുക്ക് കീച്ച് വെക്കാവുന്നതാണ് കേട്ടോ.
ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഞങ്ങൾ പറഞ്ഞിക്കില്ലേ നിങ്ങൾ ചെയ്യണേ. ഇത് 75 കണക്കാട്ടാ. അപ്പോൾ ചെറുതാക്കി ഉണ്ടാക്കുന്ന പോലൊന്നും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പോലൊന്നും ഈ പായസത്തിൻ്റെ അളവെടുത്ത് ഉണ്ടാക്കാൻ പാടില്ലേ. എന്നിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഇത് വലിയതായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്നു കേട്ടോ. അതായത് ഉണ്ടാക്കി ശീലമുള്ളവരുണ്ടാവില്ലേ കുറച്ച്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് എത്തിരൂടെ പറയുന്നേ, ഞങ്ങളങ്ങ് ചെയ്ത ആളല്ലേ. അപ്പോൾ നമുക്ക് നേരെ തണിഞ്ഞാൽ നേരെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം, കുടിക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടാ. മസ്റ്റ് ട്രൈ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണല്ലേ. ഓക്കെ, ബൈ.